നമസ്കാരം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. മോഷണ ആരോപണം ഉയർന്നതോടെ രക്ഷപ്പെടാൻ വേണ്ടി കൗണ്ടർ കേസായി നൽകിയെന്ന നിഗമനത്തിലാണ് അന്വേഷണം. നിലവിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരായ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ദിയയുടെ OBYOC എന്ന സ്ഥാപനത്തിൽ നിന്ന് മുൻ ജീവനക്കാർ പണം മാറ്റിയതിന് പോലീസിന് തെളിവ് ലഭിച്ചതായി പിന്നാലെയാണ് ഈ തീരുമാനം. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്ക് എതിരാണെന്നാണ് കണ്ടെത്തൽ. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുമുണ്ട്. അത്തരം അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പണം പിൻവലിച്ച ദിയയ്ക്ക് നൽകിയെന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ATM വഴി വലിയ തുകകൾ പിൻവലിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ ജീവനക്കാർ നൽകിയ പരാതി യാതൊരു അടിസ്ഥാനവുമില്ലെന്ന നിലയിലാണ് കാര്യങ്ങൾ. ബാങ്കിൽ നിന്ന് ശേഖരിച്ച അക്കൗണ്ട് വിവരങ്ങളുടെ പ്രാഥമിക പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയത്. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ 3 വനിതാ ജീവനക്കാരുടെയും കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെയും അക്കൗണ്ട് വിവരങ്ങളാണ് ശേഖരിച്ചത്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 3 വനിതാ ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് പണം വരികയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കൃഷ്ണകുമാറും കുടുംബവും ആരോപിക്കുന്നത് പോലെ കടയിൽ നിന്നും തട്ടിയെടുത്തതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വിശദ പരിശോധന വേണമെന്ന് അതിന് 2 ദിവസം സമയമെടുക്കുമെന്നുമാണ് പോലീസ് ഇതിനു പിന്നാലെ അറിയിക്കുന്ന കാര്യം. ഇതിനിടയിൽ തന്നെ ഇന്നലെ വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ പോലീസ് അവരുടെ വീട്ടിലെത്തിയെങ്കിലും അവരെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അഭിഭാഷകനെ കാണാൻ പോയി എന്ന് പറഞ്ഞ് 3 ജീവനക്കാരും പോലീസിന് മൊഴി നൽകാതെ മാറി നിൽക്കുകയായിരുന്നു. അഭിഭാഷകർ ഇവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം ഇനി വന്നിവർ മൊഴി നൽകുന്നതെന്ന് കൃത്യമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതോടെ വൈകുന്നേരം വരെ കാത്തിരുന്ന ശേഷം മ്യൂസിയം പോലീസ് തിരികെ പോരുകയായിരുന്നു. ഇന്നും മൊഴിയെടുക്കാൻ ശ്രമിച്ചേക്കും. അതേസമയം യുവതികൾ ഉന്നയിച്ച് തട്ടിക്കൊണ്ടുപോകൽ ആരോപണം കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന CCTVയുടെ ദൃശ്യങ്ങൾ ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. കേസിലെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നത് കൃത്യമായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. 2 ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത്. എന്നാൽ ഇവർ ആരോപിക്കുന്നത് പോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടുപോയതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. പരാതിക്കാരിൽ ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടറിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതോടെ യുവതികൾ ഉന്നയിച്ച് തട്ടിക്കൊണ്ടുപോകൽ ആരോപണം വെറും കള്ളക്കഥയാണെന്ന് തെളിയുകയാണ്. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറിലുള്ള ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ബലപ്രയോഗം ഒന്നുമില്ലാതെ ഇവർ നേരിട്ട് വീട്ടിലെത്തുന്നതും വ്യക്തമാണ്. കൃഷ്ണകുമാറും കുടുംബവും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ചർച്ചയ്ക്കിടെ വാക്കുതർക്കമുണ്ടായപ്പോൾ തന്നെ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട ഉച്ചത്തിലുള്ള സംസാരം വിലക്കി. തുടർന്നാണ് ഇവർ അമ്പലമുക്കിലുള്ള ഓഫീസിലേക്ക് പോയത്. ഇവിടേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി. കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷമായിരുന്നു ഈ പരാതി എത്തിയത്. എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ തന്നെ ഇതിന് വിരുദ്ധമായാണ് കാര്യങ്ങളുള്ളത്. 3 ജീവനക്കാരികളിൽ 2 പേർ സ്വമേധയാ കാറിൽ കയറിപ്പോകുന്നത് കാണാം. ഒരാൾ കാറിന് പിന്നാലെ സ്വന്തം സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്യുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ തന്നെ പോലീസ് അന്വേഷണത്തിൽ തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.